അട്ടപ്പാടിയിൽ ICU ആംബുലൻസ് ഇല്ലാതെ വീണ്ടും ചികിത്സ വൈകി. ആംബുലൻസ് ഇല്ലാത്തതിനാൽ ആദിവാസിയായ 55കാരനെ ആശുപത്രി മാറ്റിയത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. വീണ്ടും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. മേലെ ഭൂതയാറൂരിലെ ചെല്ലന് ആംബുലൻസ് ലഭിച്ചത് 4 മണിക്കൂർ കഴിഞ്ഞാണ്. ഈ കഴിഞ്ഞ ദിവസം ICU ആംബുലൻസ് ഇല്ലാത്തതിനാൽ വിദഗ്ധ ചികിത്സ വൈകിയതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിരുന്നു എന്നുള്ള വാർത്തയും നമ്മൾ പറഞ്ഞതാണ്. അതേസമയം ആ വിഷയത്തിൽ വെന്റിലേറ്റർ സൗകര്യമില്ലാത്ത ആംബുലൻസ് കിട്ടാതെ രോഗി മരിച്ച ഈ സംഭവത്തിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് സൂപ്രണ്ട്. 2 ആംബുലൻസുകളും തകരാറിലായതിനാലാണ് ഇതൊക്കെ ലഭ്യമാകാതിരുന്നത് എന്നാണ് ആശുപത്രി സൂപ്രണ്ടായ പത്മനാഭൻ പറയുന്നത്. ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ വർക്ക് വരുമെങ്കിൽ ഇതിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാങ്ഷൻ അങ്ങനെ കാര്യങ്ങൾ വരും. സർക്കാർ വണ്ടികളുടെ കാര്യം പറയില്ല. KSRTC വണ്ടികൾ കിടക്കുന്നുണ്ടല്ലേ, സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുള്ള വണ്ടികൾ നിങ്ങൾ അവിടെ ഈ ഗവൺമെന്റ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പ് ഉണ്ട് പാലക്കാട്, അവിടെ പോയി നോക്കി കാണാം. പോലീസിന്റെ വണ്ടി, എക്സൈസിന്റെ വണ്ടി ഇങ്ങനെ മാസങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഇതിന്റെ ഈ ഒഫീഷ്യൽ സംഭവങ്ങൾ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇത് ഡെയിലി ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും സ്പീഡാക്കിയിട്ട് ഈ ആക്സിഡന്റിന്റെ എല്ലാം പേപ്പർ അത് പോലീസിന്റെ GD എൻട്രി ഉണ്ടായിരുന്നില്ല. അത് വളരെ കുറെ കഴിഞ്ഞിട്ടാണത് അവർ ആ ഒരു പോയിന്റ് പൊക്കി കൊണ്ടുവന്നത്. അത് നമ്മൾ വാങ്ങിച്ചയച്ച് എല്ലാം സാങ്ഷൻ കിട്ടിയതിന്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി സർക്കാർ അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ വേണം. അവരെ നിറയെ കിടക്കുകയാണ്. അമ്മ ഇത് തുടങ്ങണമെങ്കിൽ അതിന്റെ ഡിലേ. അപ്പൊ നമ്മൾ ദിവസവും ഒരു ഡ്രൈവർ അവിടെ പോയി ഇയാളെ വിളിച്ച് ഇതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു വർക്ക് ഓർഡർ കൊടുത്തത്. പണി തുടങ്ങിയിട്ടുണ്ട്. അടുത്തൊരു വണ്ടിയുണ്ട് നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് തന്നത്. അതിന്റെ AC കംപ്ലൈന്റ് ആയി. അതിപ്പോ ഒരു 3 ആഴ്ചയായി. അത് പാലക്കാട് ഷോറൂമിൽ കൊടുത്തു. ഷോറൂമാര് അവർക്ക് നന്നാക്കാൻ പറ്റുന്നത് അത് തൃശ്ശൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർക്ക് കൊണ്ടുപോയി. അത് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഇതാണ് ആംബുലൻസിന്റെ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നത് പാലക്കാട് നിന്നും ഗോകുൽ VS ആയിരിക്കും. ഗോകുലെ, ഈ സംഭവമൊക്കെ കേൾക്കുമ്പോൾ കൃത്യമായ ചികിത്സ രോഗികൾക്ക് നൽകുന്നില്ല. രോഗികൾക്ക് മാത്രമല്ല മറ്റ് പലരിലെയും ചികിത്സിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു രോഗി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. രോഗം ഗുരുതരമായി എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആംബുലൻസ് കൊടുക്കാൻ വൈകി എന്നുള്ള കാരണം കൊണ്ടാണ്. ഒരുപാട് ന്യായങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, ശരിയാണ്. പക്ഷെ ഇതിനൊക്കെ കൃത്യമായ പരിഹാരം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ തന്നെ 4 മണിക്കൂറോളം മറ്റൊരാൾക്ക് ചികിത്സ വൈകിയിരിക്കുകയാണ്. ആരുത്തരം പറയൂ ഇതിനൊക്കെ? പൂജയുടെ ഏറ്റവും സങ്കടകരമായ കാര്യം സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ജീവനുകൾക്ക് ഇങ്ങനെ പൊലിയുന്ന ഒരു സാഹചര്യം വരുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. കാരണം 2 ആംബുലൻസ് ഈ പറയുന്ന ആശുപത്രിയിൽ 2 ആംബുലൻസ് ഉണ്ട്. പക്ഷേ രണ്ടും പ്രവർത്തനരഹിതമായി. അങ്ങനെ അതില്ലാത്ത അവസ്ഥ വന്നു. ഫൈസലിനെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ കിട്ടുന്ന ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നു. അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഫൈസലിൻ്റെ മാത്രം കാര്യമല്ല ഇത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം ഇന്നലെ തന്നെ മറ്റൊരു രോഗിക്കും സമാനമായ സ്ഥിതിയിൽ ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ 4 മണിക്കൂർ വൈകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ നമുക്കറിയാം, ഒരു അപകടം പറ്റി ചികിത്സയൊക്കെ കിട്ടേണ്ട സമയത്ത് ഓരോ മിനിറ്റുകൾക്കും വലിയ വിലയാണ്. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് പെട്ടെന്ന് വിദഗ്ധ ചികിത്സ കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ വലിയ ലക്ഷ്യം. അപ്പോൾ അതിന് കഴിയാതെ വരുന്നു. അത് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമാണ്. ഈ സർക്കാർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ ബൈറ്റിൽ സൂപ്രണ്ട് പറയുന്ന കാര്യങ്ങൾ ശരിയുമാണ്. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇത് പെട്ടെന്ന് പരിഹരിച്ച് കൊടുക്കേണ്ടത് ആർക്കാണ് അതിന് കഴിയുക? അതിന് സർക്കാർ സംവിധാനം തന്നെ അതിൽ കാര്യക്ഷമമായി ഇടപെട്ടാൽ മാത്രമേ ഇത് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഒരു കാർ ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് 4 മാസം കൊണ്ടൊക്കെ തന്നെ അത് നേരെയാക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ വളരെ പെട്ടെന്ന് വീണ്ടും നിരത്തിൽ ഇറങ്ങേണ്ടതാണ്. അതിന് ആംബുലൻസ് പറ്റുമ്പോൾ, അതിന് അപകടം പറ്റുമ്പോൾ ഇത്രയധികം സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ആലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും അട്ടപ്പാടി പോലുള്ളൊരു മേഖലയിൽ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം. അതിന് വളരെ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് വരാനുള്ള സമയം എത്രയാണ്, വിദഗ്ധ ചികിത്സ കിട്ടാൻ അവർക്ക് ഏത് ആശുപത്രിയിലേക്ക് പോകണം, എത്ര ദൂരം പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്നെങ്കിലും
വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് അടുത്തൊരു ആശുപത്രിയിലേക്ക് എത്താനുള്ള സൗകര്യം പോലും ഇല്ലാതെ മാസങ്ങൾ കഴിച്ചുകൂട്ടുക, ആഴ്ചകൾ കഴിച്ചുകൂട്ടേണ്ടി വരിക എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഒരു ആംബുലൻസ് ഇല്ലെങ്കിലും പകരം ഒരു സംവിധാനം താൽക്കാലികമായെങ്കിലും കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫൈസലിൻ്റെ ചില ബന്ധുക്കൾ ഈ കാര്യം തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. അവർ ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ അടിയന്തര പരിഹാരം എന്തായാലും ഉണ്ടായേ തീരൂ. കാരണം ഓരോ ദിവസവും ഇങ്ങനെയുള്ള അപകടങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് വിദഗ്ധ ചികിത്സ വേണം. അതിന് അട്ടപ്പാടിയിൽ കഴിയുന്നില്ലെങ്കിൽ മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ താൽക്കാലികമായെങ്കിലും ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്.